ഹലോ എൻ്റെ പ്രിയ കൂട്ടുകാരൊക്കെ എന്തെടുക്കുന്നു? എല്ലാവരും സുഖമായിരിക്കുന്നു? ജോലിക്കൊക്കെ പോയോ? ചായ കുടിയൊക്കെ കഴിഞ്ഞോ? അപ്പോൾ രാവിലെ നമ്മളിതാ ഓരോരോ പരിപാടികളിലാണ്. ഞാൻ വീഡിയോ എടുക്കാൻ തുടങ്ങുമ്പോഴത്തേനും എൻ്റെ അപ്പൂട്ടനാണെങ്കിൽ ഭയങ്കര ചിരിയാണ്. എന്നെ കളിയാക്കി ചിരിക്കുകയാണോ എന്താണെന്ന് അറിഞ്ഞൂടാ, പക്ഷേ അവനിങ്ങനെ ചിരിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ രാവിലെ മോള് പോയതിന് ശേഷം നമ്മൾ വീട് വൃത്തിയാക്കലാണ്. എനിക്കെന്ന് പറഞ്ഞാൽ പിന്നെ വീട് നല്ല ക്ലീൻ ആയിട്ടിരിക്കണം കേട്ടോ. അപ്പോൾ രാവിലത്തെ ജനലും വാതിലെല്ലാം തുറന്നിട്ട് തുടയ്ക്കലും അടിക്കലും ആ പരിപാടികളൊക്കെ കഴിഞ്ഞ് അതൊക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നെ നമ്മളിതാ കുറേ തുണികളുണ്ട്. തുണികൾ കുറച്ച് കല്ലിലൊക്കെ അലക്കാനുള്ള തുണികളുണ്ട്. അതൊക്കെ അലക്കിയിട്ട് അതിന് ശേഷം പിന്നെ നമ്മൾ കുറച്ച് മിഷനിലിടാനുള്ള തുണികളൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ തുണിയൊക്കെ എടുത്തിട്ട് പിന്നെ നമ്മളെ വീടൊക്കെ ഉണ്ടല്ലോ വൃത്തിയായി ഇങ്ങനെ കിടന്ന് കഴിഞ്ഞാൽ നമുക്ക് ഭയങ്കര സന്തോഷമല്ലേ. എനിക്കാണെങ്കിലുണ്ടല്ലോ ബെഡ്ഷീറ്റ് വരെ ചുളിഞ്ഞൊക്കെ എടുത്ത് കഴിഞ്ഞാൽ എനിക്ക് ഭയങ്കര ഒരു അസ്വസ്ഥതയാണ്. നിങ്ങൾ വിചാരിക്കും ഈ കുട്ടി ഇങ്ങനെ പൊങ്ങച്ചം പറയണോ, പക്ഷേ അല്ല ഗെയ്സ്. ഞാൻ മോനെ അറിയാലോ, മോനെ എല്ലാ പണികളും ചെയ്ത് വെച്ചതിന് ശേഷം മോൻ്റെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം എനിക്ക് വീടുണ്ടല്ലോ വൃത്തിയാക്കി വെച്ചിട്ടില്ലെങ്കിൽ അതെനിക്ക് വല്ലാത്തൊരു പ്രയാസമാണ്. അത് ഞങ്ങൾ ചിലപ്പോൾ ചേട്ടായി ഞാനും കൂടെ അടി കൂടുന്നതിന് ഒരു മെയിൻ റീസൺ എന്ന് പറയുന്നതാണ്. മോളും ചേട്ടായും കൂടെ എല്ലാം വലിച്ചു വാരിയിടും. എനിക്കാണെങ്കിൽ എന്തെന്ന് വെച്ചാൽ എല്ലാം ക്ലീനായിട്ടിരിക്കണം. അല്ലെങ്കിൽ എനിക്ക് എന്തെന്ന് ഓവർ വൃത്തിയായി കഴിഞ്ഞാൽ പ്രാന്ത് പിടിക്കുന്ന പറഞ്ഞ അവസ്ഥയല്ലേ. അപ്പോൾ പിന്നെ ഞാൻ ചടപടാന്ന് ഇങ്ങനെ ഒച്ചട്ടുകൊണ്ടേ ഇരിക്കും. അതെനിക്ക് ക്ലീൻ ആവണ വരെ. അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ വിശേഷങ്ങൾ ഇന്നത്തെ. തുണി ഇതാ പിന്നെ ഡ്രയറിനകത്ത് കുറച്ച് തുണിയുണ്ട്, ഇനി അതുകൊണ്ട് വിരിച്ചിടണം. അതിന് ഇടയ്ക്ക് ഞാനൊരു അവിടെ പറമ്പിലൊരു 10 വാഴ നട്ടിട്ടുണ്ട് അടുക്കള വശത്ത്. അപ്പോൾ അതിനൊക്കെ കുറച്ച് മണ്ണ് ഇതെല്ലാം ഒന്നാക്കി കൊടുത്ത്, പിന്നെ ഇവിടെ ചീമക്കൊന്ന പറഞ്ഞൊരു മരം ഉണ്ട് കേട്ടോ. അതിൻ്റെ ഇലയെല്ലാം ചപ്പെല്ലാം കൊണ്ട് വെട്ടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതും കൂടെ കാണിക്കാമെന്ന് ഓർത്തു.